കളഞ്ഞത്. അച്ഛൻ നോണ പറയാ. ഇനി ഗോപാലേട്ടനായിരിക്കോ പീതാംബരനെ കൊന്നത്? ബേബി, എന്നെ അങ്ങനെ വിളിച്ചു പോരുത്. എന്താ ബേബി? സഞ്ജുവേട്ടൻ എന്നോട് എന്തെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ നുണ പറയുമായിരുന്നോ? സഞ്ജുവേട്ടൻ എന്നെ എത്ര വലിയ പ്രശ്നത്തിലാ കൊണ്ടിട്ടതെന്ന് അറിയാവോ? സഞ്ജുവേട്ടൻ ആ പറഞ്ഞ സമയത്ത് വീട്ടിൽ എന്റെ കൂടെ അല്ലായിരുന്നു എന്ന് തെളിഞ്ഞ ഞാനും അറസ്റ്റിലാവും. അങ്ങനൊന്നും സംഭവിക്കില്ല. ഇന്ന് സഞ്ജുവേട്ടൻ ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനിച്ചാ മതിയോ? എനിക്കിങ്ങനെ ഒരു ആവശ്യം വരുമ്പോ നിന്നോടല്ലാതെ വേറെ ആരോട് ചോദിക്കാൻ പറ്റുക? ശാലിനിയെയോ ഡാഡിയോ പോലും എനിക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. അവരെന്നെ കുടുക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുള്ളൂ. എന്നെ സഞ്ജുവേട്ടന് വിശ്വാസമുണ്ടോ? ഈ ലോകത്ത് എനിക്ക് നിന്നെ മാത്രമേ വിശ്വാസമുള്ളൂ ബേബി. എന്നിട്ടാണോ സഞ്ജുവേട്ടൻ എന്നോട് തന്നെ നുണ പറഞ്ഞത്? അന്ന് രാത്രി വീട്ടിലേക്ക് കയറി വന്നപ്പോ സഞ്ജുവേട്ടൻ എന്നോട് എന്താ പറഞ്ഞത്? കൂട്ടുകാരുടെ കൂടെ മദ്യപിച്ചപ്പോ പറ്റിയ അപകടം കൊണ്ടാ കൈ മുറിഞ്ഞതെന്ന് അല്ലേ? അല്ല, അത് പിന്നെ അത് തന്നെയാണ് സംഭവിച്ചെന്ന് മാത്രം പറയരുത്. അത് നുണയാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമൊക്കെ എനിക്കുണ്ട്. സത്യം പറ, ആ സമയത്ത് സഞ്ജുവേട്ടൻ എവിടെയായിരുന്നു? ഏതെങ്കിലും പെൺകുട്ടിയുടെ കൂടെ ആയിരുന്നോ? ബേബി, നീ എന്തൊക്കെ ചിന്തിച്ചു കൂട്ടുന്നേ? എനിക്ക് എന്താണ് ചിന്തിക്കേണ്ടതെന്ന് അറിയില്ല. കാരണം സഞ്ജുവേട്ടൻ ഒന്നും എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. സഞ്ജുവേട്ടന്റെ ചരിത്രം അത്ര നല്ലതല്ലാത്തതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ സങ്കല്പിക്കാനേ പറ്റൂ. അതൊക്കെ പണ്ടത്തെ കാര്യങ്ങളല്ലേ? കല്യാണത്തിന് ശേഷം ഞാൻ നീറ്റാണ്. സത്യം എന്താണെന്ന് സഞ്ജുവേട്ടൻ പറയുന്നതാ നല്ലത്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടും. ഞാൻ പറയാം, പക്ഷെ നീ എന്നെ ചീത്ത വിളിക്കരുത്. അപ്പോഴത്തെ ആവശ്യത്തെ പറ്റിപ്പോയതാ. എന്ത് പറ്റിപ്പോയിന്ന്?